കൊല്ലം ജില്ലയിലെ മൺട്രോ ഐലൻഡിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മൺട്രോ ഐലൻഡിലൊന്ന് പോകണം. കിടിലൻ സ്ഥലമാണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരുന്നാലും അടിച്ച് പൊളിക്കാനൊക്കെ പറ്റിയ, ഫ്രണ്ട്സ് ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം തന്നെയാണ് മൺട്രോ ഐലൻഡ്. അവിടെ തുരുത്തിലൂടെയുള്ള ഒരു യാത്രയുണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത ഒരു യാത്ര തന്നെയാണ്. കിടിലൻ വൈബാണ്. നമുക്ക് ആ തുരുത്തിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഒരു വൈബാണ് ഈ മൺട്രോ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർ എങ്ങനെയുണ്ടെന്ന് പറയണം. നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നു പോയപ്പോഴത്തേക്കും മൺട്രോ ഐലൻഡിൽ? അതാണ്ട് ഇതേപോലെയാണ്, ഭയങ്കര എന്ന് പറഞ്ഞാൽ അല്ല, കായലിൽ ഇതേപോലുള്ള തുരുത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് പോയി നമുക്ക് കായലിലൂടെ ഇങ്ങനെ വഞ്ചിയിൽ നമ്മളെ കൊണ്ടുപോകും. നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക്. ഇങ്ങനെ ഒരുപാട് സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഇതേപോലെ പാലമുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇത് പോകുന്നത്. ചില പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ വഞ്ചിയിൽ അകത്തോട്ട് ഇറങ്ങിയിരുന്നാൽ മാത്രമേ പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ തല ആ പാലത്തിൽ ഇടിക്കും. അപ്പോൾ നമ്മളത് തല താഴ്ത്തി ആ വഞ്ചിയുടെ അകത്ത് ഇറങ്ങിയിരിക്കണം. നല്ല ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ മൺട്രോ ഐലൻഡ്. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല സ്ഥലം. പോകാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു വെക്കേഷനൊക്കെ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ പോകണം. കിടിലം സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു കിടിലം സ്പോട്ടാണ് ഈ മൺട്രോ ഐലൻഡ്. ശരിക്കും ഞാൻ പോയപ്പോഴത്തേക്കും ശരിക്കും അടിച്ച് പൊളിച്ചു, ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. മൺട്രോ ഐലൻഡിലെ ആ ഒരു വൈബ് കണ്ട, ആ ഒരു സ്ഥലം കണ്ട, കായലിൻ്റെ ഒത്ത നടുവിൽ കൂടിയാണ് ഈ ചെറിയൊരു വഞ്ചിയിൽ പോകുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ, ഭയങ്കരം.